കൊടുത്തിട്ട് ഇപ്പോൾ ഒരു 10-15 ദിവസമായിട്ടുണ്ട്. നമ്മൾ ഓഗസ്റ്റ് 22-നാണ് കൊടുത്തതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. നമ്മൾ പറയുന്നത് വെച്ചാൽ നമുക്കിപ്പോൾ കേസിന് പുറകെ കേസായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബത്തിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചേട്ടൻ പറഞ്ഞാൽ അറിയാലോ. അപ്പോൾ നമുക്ക് അനിയത്തി അച്ഛനൊക്കെ ആയിട്ട് താമസിക്കുന്ന നമ്മൾ ചെറിയൊരു കുടുംബമാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നത്. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥ അറിയാലോ. അതാണ് അതിൻ്റെ പരാതികൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ചൊന്നും നമ്മൾ പരാതി കൊടുത്തതിന് ശേഷം പോലീസ് ബന്ധപ്പെടാൻ ചെയ്തോ? ഇല്ലില്ല, പരാതി കൊടുത്തതിന് ശേഷം പോലീസ് ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇന്ന് വാർത്താമാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മളിത് ഇങ്ങനെ ഒരു പരാതി സ്വീകരിച്ചു, ഒരു ഫയലിൽ സ്വീകരിച്ചു എന്ന് പറയുന്നത് നിങ്ങൾ തന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ്. ട്രോമ സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ല കേട്ടോ. ഒരു കേസിന് പുറകെ മറ്റൊരു കേസ് വരിക മാത്രമല്ല, നമ്മൾ ബെയിലിന് അപേക്ഷിച്ച ദിവസം തന്നെ അന്ന് രാവിലെ തന്നെ അവർ പുതിയ കേസ് കൊടുക്കുക. അപ്പോൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് നമ്മളിത് അവസാനിപ്പിക്കുക, ഇങ്ങനെ ഒരാൾ നിലനിൽക്കുന്നില്ല എന്നുള്ളത് വരുത്തി തീർക്കുക, മൊത്തത്തിൽ അവരുടെ കുടുംബത്തെ തന്നെ ഇല്ലാണ്ടാക്കുക എന്നുള്ള രീതിക്കാണല്ലോ വരുന്നത്. ഇതിനകത്തൊരു ഗൂഢാലോചന സംശയിക്കട്ടെ തുടർച്ചയായി വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു സാധാരണക്കാരനല്ലേ. നമ്മൾ എന്തുകൊണ്ടാണ് അവരിങ്ങനെ പുറകെ നടക്കുന്നത്, എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ വേട്ടയാടാൻ അവർ ഉദ്ദേശിക്കുന്നത്.